നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. വാങ്ങിച്ചോ വാങ്ങിച്ചോ മോളെ, നിന്റെ സത്യാമ്മ മനസ്സറിഞ്ഞു തരുന്നതാ. ശാലിനെ ഞങ്ങൾ കൊണ്ടുപോകുന്നതിന് സത്യം എന്തിനാ സ്കൂളിൽ നിന്ന് വരുന്നത്? ചോദിച്ച ചോദ്യത്തിന് നീ എന്താ മറുപടി പറയാത്തത്? അത് പിന്നെ പറ, എനിക്കൊന്ന് അറിയാനാ. പറയടി പറയടി പറയാൻ. എന്താ സത്യ, എന്താ കാര്യം? അത് പിന്നെ ഞാൻ പറയാം. എന്റെ ഫുൾ നെയിം രമേശ് ഹരിദാസ്. അതുപോലെ പത്മിനിയുടെ ഫുൾ നെയിം എന്താ? പത്മിനി രോഹിത്. അതുപോലെ സത്യയുടെ ഫുൾ നെയിം എന്താ? അത് ചോദിച്ചിട്ട് സത്യ പറയുന്നില്ല. നിന്നോട് പറയുന്നില്ല, നീ എന്ത് ചെയ്യും? അതിന് പത്മിനി ചൂടാവുന്നെന്തിനാ? ഞാൻ അറിയാൻ വേണ്ടി ചോദിച്ചല്ലേ. അങ്ങനെ ഇപ്പൊ നീ അറിയണ്ട, നീ ഒന്ന് പോയടാ. ദേ എടാ പോടാന്നൊക്കെ വിളിച്ചോണ്ടല്ലോ. നീ എന്ത് ചെയ്യും? എന്താ എന്താ ഇവിടെ എന്താ ഇവിടെ ഒരു തർക്കം? ഒന്നുമില്ല മിസ്സേ. അപ്പൊ പറഞ്ഞല്ലോ, ഓർമ്മയുണ്ടല്ലോ. എല്ലാവരും വീട്ടിൽ ചെന്ന് ഫാദേഴ്സ് ഡേയുടെ കാര്യം പറയണം. എത്ര തിരക്കുണ്ടെങ്കിലും അതെല്ലാം മാറ്റി വെച്ചിട്ട് എല്ലാ അച്ഛന്മാരും മസ്റ്റായിട്ട് ഈ ദിവസം ഇവിടെ വന്നിരിക്കണമെന്ന് കർശനമായിട്ട് പറയണം. ഫാദേഴ്സ് ഡേ ആണ്, അച്ഛന് പകരം അമ്മയും വിളിച്ചോണ്ട് വന്നേക്കരുത്. എത്ര തിരക്കുണ്ടെങ്കിലും കൂട്ടിക്കൊണ്ട് വരേണ്ട ഉത്തരവാദിത്വം നിങ്ങളുടേതാ. അപ്പൊ സത്യേ, ഫാദേഴ്സ് ഡേക്ക് അച്ഛനെ വിളിച്ചോണ്ട് വരണമല്ലോ. ഞാനിപ്പോ ചോദിച്ചതിന്റെ ഉത്തരം അപ്പൊ പറഞ്ഞാ മതി. പപ്പി, അച്ഛൻ പറഞ്ഞ് കേട്ടില്ലേ? ഞാനിനി എന്ത് ചെയ്യും? അതിനൊക്കെ നമുക്ക് വഴിയുണ്ടാക്കാം സത്യേ. നീ ഇപ്പൊ അതോർത്ത് ടെൻഷൻ അടിക്കണ്ട. അച്ഛൻ പറഞ്ഞു കേട്ടല്ലോ, അച്ഛന്മാർക്ക് മാത്രം പങ്കെടുക്കേണ്ട പരിപാടിയാ. അമ്മമാരെയും കൊണ്ട് വന്നേക്കരുതെന്ന്. ഈ ഗൾഫിൽ പോയ അച്ഛന്മാരുടെ മക്കളൊക്കെ ഇനി എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞില്ലേ, സമയാകുമ്പോ എന്തെങ്കിലും ഒരു വഴി തെളിഞ്ഞു വരും സത്യേ. പപ്പിയുടെ ഉറപ്പിലാ ഞാൻ നിക്കുന്നേ. ശരിയാക്കാന്നേ, ഉറപ്പായിട്ടും. എല്ലാം നല്ലതിനായിരിക്കണേ. ഇനിയുള്ള ജീവിതം വിഷ്ണുവേട്ടനൊപ്പമായിരിക്കണേ. ഞങ്ങളുടെ ഇനിയുള്ള സ്വപ്നം തല്ലിക്കെടുത്തരുതേ. വരണം വരണം വരണം. എല്ലാരും കൂടി വരുമെന്ന് പ്രതീക്ഷിച്ചില്ല. അതെന്താ? വന്നാട്ടെ. വന്നാട്ടെ. അച്ഛാ, വാ മക്കളെ. ഇരിക്കണം, ഇരിക്കും സത്യാമൻ. വിഷ്ണുമോൻ പറഞ്ഞിരുന്നു അമ്മ വരുമെന്ന്. കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി പിന്നിലോട്ടൊരു തിരിഞ്ഞു നോട്ടം വേണ്ടെന്നാ എന്റെ തീരുമാനം. സത്യമ്മ പറഞ്ഞു വരുന്നത് വളച്ചുകെട്ടാറ് കാര്യത്തിലേക്ക് കിടക്കാമേ. രാഘവേട്ട, ചില കാര്യങ്ങൾക്ക് ചിലപ്പോ മുഖവരെയൊക്കെ വേണ്ടി വരും. സത്യമ്മ പറഞ്ഞോളൂ. ഞങ്ങൾ വന്നത്
ശാലിനിയെ ഞങ്ങളുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനാ. വിഷ്ണുവിന്റെ ഭാര്യയായിട്ട്. ആനേ അതേ മോളെ. ശരണമേ, ഇതുവരെ സംഭവിച്ചില്ല, നമുക്കത് മറക്കാം. ഈ തെറ്റുകൾ സംഭവിക്കാത്ത മനുഷ്യരൊന്നുമില്ലല്ലോ. അത് മനസ്സിലാക്കി തിരുത്തുമ്പോഴാ മനുഷ്യരൊക്കെ യഥാർത്ഥ മനുഷ്യരാവുന്നത്. വിഷ്ണുവും ശാലിനിയും ഒന്നിച്ച് ജീവിക്കേണ്ടവരാ. ഇവരെ ഇനി ഇങ്ങനെ അകറ്റി നിർത്തിയിട്ടേ എന്തിനാ ഇവരുടെ ഇനിയുള്ള ജീവിതത്തോട് കളയുന്നത്? ഞങ്ങൾക്ക് ഇതിൽ സന്തോഷമേ ഉള്ളൂ. ആ ശാലിനി നിൽക്കേണ്ടത് ആ വീട്ടിൽ തന്നെയാ, കഴിയേണ്ടത് വിഷ്ണുവിന്റെ കൂടെയും. ആ ഇത് നമ്മളും മനസ്സിലാക്കിയില്ല, ജീവിക്കേണ്ട ഇവരും മനസ്സിലാക്കിയില്ല. ഒരുപാട് ആലോചിച്ചെടുത്ത തീരുമാനം. പറയുമ്പോ എല്ലാം പറയണല്ലോ. സത്യഭാമയുടെ മരുമകളായിട്ടാ ശാലിനി ആ വീട്ടിലേക്ക് വന്നു കയറേണ്ടത്. അതുകൊണ്ട് തന്നെ ആചാര രീതികൾക്ക് ഒരു കുറവും ഞാൻ വരുത്തുന്നില്ല. ആ പൊന്നി, ആ ഇങ്ങോട്ട് നീങ്ങി നിൽക്ക. ഞാൻ നൽകുന്ന പുടവ എടുത്തുകൊണ്ട് വേണം വിഷ്ണുവിന്റെ പെണ്ണ് എന്റെ വീട്ടിലേക്ക് വന്നു കയറാൻ. അതെനിക്ക് നിർബന്ധമാണ്. വാങ്ങും. വാങ്ങിച്ചോ. വാങ്ങിച്ചോ മോളെ, നിന്റെ സത്യാമ്മ മനസ്സറിഞ്ഞു തരുന്നതാ. ദാ. ശാന്തേ, എല്ലാവർക്കും ചായ എടുക്ക. വേഗം. ശരി ശാരദേ, അപ്പോ ചായ കുടിച്ചാലുടനെ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങും. നീ പോയി ഡ്രസ്സ് മാറിയിട്ട് വാ. അയ്യോ, അതെങ്ങനെയാ ശരിയാവുക? നാളുകൾക്ക് ശേഷം സന്തോഷമുള്ളൊരു ദിവസമല്ലേ. ഊണൊക്കെ കഴിഞ്ഞ് സാവകാശം പോയാ മതി. പിന്നെ സത്യമോള് സ്കൂളിൽ നിന്ന് വന്നിട്ടല്ലേ പോവാൻ പറ്റൂ. ശാലിനെ ഞങ്ങൾ കൊണ്ടുപോകുന്നതിന് സത്യം എന്തിനാ സ്കൂളിൽ നിന്ന് വരുന്നത്? അല്ല, അപ്പം അവളില്ലാതെ സത്യമോൾ ഇവിടെയല്ലേ നിൽക്കുന്നത്? അവള് സ്കൂളിൽ നിന്ന് വരുമ്പോ നിങ്ങൾ വിവരം പറഞ്ഞാ മതി. ശാലിനി, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.